ആദ്യത്തെ 2 പ്രോബ്ലംസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം 3ാമത്തെ പ്രോബ്ലമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ബേസ്ഡ് ഓൺ സിമ്പിൾ എയർ കൂളിംഗ് സിസ്റ്റം വിത്ത് ഇവാപ്പറേറ്റർ. ഓക്കെ, സ്പെഷ്യൽ കേസാണ്. അപ്പം സിമ്പിൾ എയർക്രാഫ്റ്റിൻ്റെ കൂടെ ഒരു ഇവാപ്പറേറ്റർ അറ്റാച്ച് ചെയ്തേക്കുന്നത് നിങ്ങളുടെ മനസ്സിലപ്പോൾ ഓർമ്മ വന്നാൽ മതി. നമ്മളുടെ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നിന്നും പുറത്തേക്ക് പോകുന്ന എയറിനെ നമ്മൾ എഗെയിൻ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടൊന്ന് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നു. നമ്മളുടെ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് എയറിനെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ എന്ത് ചെയ്യുന്നു, തണുപ്പിക്കാൻ വേണ്ടി എന്ത് ഉപയോഗിക്കുന്നു, ഒരു ഇവാപ്പറേറ്ററിലൂടെ കടത്തി വിടും. ആ ഇവാപ്പറേറ്ററിലൂടെ കടത്തി പോകുമ്പോൾ ഉള്ള പ്രോസസ്സുകൾ ഉപയോഗിച്ചുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി, ഈ പ്രോസസ്സിനകത്ത് തന്നിട്ടുണ്ട് ഒരു എയറോപ്ലെയിൻ്റെ ക്യാബിൻ തണുപ്പിക്കുന്നതിന് 2010, അതായത് Q തന്നിട്ടുണ്ട്. നമുക്ക് എത്രയാണ്, 2010 എന്ന് തന്നിട്ടുണ്ട്. റെഫ്രിജറേഷൻ ലോഡ്, ദ ആംബിയൻറ്റ് എയർ കണ്ടീഷൻ ഈസ് 20 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 0.9. അതായത് T1 തന്നിട്ടുണ്ട്, നമുക്ക് P1 തന്നിട്ടുണ്ട്. ഓക്കെ, T1 P1 തന്നിരിക്കുന്നു. T1 നമുക്ക് ഡിഗ്രി സെൽഷ്യസിലായിരിക്കും തന്നിരിക്കുന്നത്, അത് കെൽവിനിലേക്ക് മാറ്റുക, P ബാർ തന്നെയാണ്. ഓക്കെ, ദ ആംബിയൻറ്റ് എയർ ഈസ് റാമിഡ് ഐസെൻട്രോപ്പിക്കലി പ്രഷർ ഓഫ് 1 ബാർ. അതായത് നമ്മുടെ P2 തന്നിട്ടുണ്ട്, ആംബിങ് എഫക്റ്റിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രഷർ P2. ദ എയർ ഈസ് ലീവിങ് ദ മെയിൻ കംപ്രസർ അറ്റ് എ പ്രഷർ ഓഫ് 3.5 ബാർ. അതായത് നമ്മളുടെ P3 പ്രഷറും തന്നിട്ടുണ്ട്. ഓക്കെ, ഈസ് ഫസ്റ്റ് കൂൾഡ് ഇൻ ദ ഹീറ്റ് എക്സ്ചേഞ്ചർ ഹാവിങ് ദ എഫക്റ്റീവ്നെസ് 0.6. എഫക്റ്റീവ്നെസ് 0.6 ആണ്, അതൊരു പുതിയ ടൈമാണ്. ദെൻ ഇൻ ദ ഇവാപ്പറേറ്റർ വേർ ഇറ്റ്സ് ടെമ്പറേച്ചർ ഈസ് റെഡ്യൂസ്ഡ് 5%, 5 ഡിഗ്രി സെൽഷ്യസ്. അതിൻ്റെ ടെമ്പറേച്ചർ ഇവാപ്പറേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് 5 ഡിഗ്രി സെൽഷ്യസ് റെഡ്യൂസ് ചെയ്യുന്നു. നേരത്തെ പ്രോബ്ലം നമ്മൾ ചെയ്ത അതേമാണ്. ദ എയർ ഫ്രം ദ ഇവാപ്പറേറ്റർ ഈസ് പാസ്ഡ് ത്രൂ ദ കൂളിംഗ് ടർബൈൻ ദെൻ ദ സപ്ലൈഡ് ടു ദ ക്യാബിൻ വിച്ച് ഈസ് ടു ബി മെയിൻറ്റെയിൻ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 25 ഡിഗ്രി സെൽഷ്യസ്. അതായത് നമ്മുടെ ക്യാബിൻ്റെ ടെമ്പറേച്ചർ, അതായത് നമ്മുടെ ഫൈനൽ ടെമ്പറേച്ചർ T6 തന്നിട്ടുണ്ട്, എത്രയാണ്, 25 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, എന്നിട്ട് ക്യാബിനിലെ പ്രഷറും തന്നിട്ടുണ്ട്, അതായത് P5 P6 നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, 1.05 ബാർ. If the internal efficiency of the compressor is 80%, internal efficiency, compressor internal efficiency 80% എന്നാണ്. That of a cooling turbine efficiency is 75. Cooling turbine efficiency 75 ആണ്. The mass of air is bleed of the main compressor. Power required to for the refrigeration system COP, അതായത് MA കണ്ടുപിടിക്കണം, പവർ കണ്ടുപിടിക്കണം, ദെൻ COP കണ്ടുപിടിക്കണം. ഇതാണ് നമ്മളുടെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് TS ഡയഗ്രാം വരയ്ക്കും. ഓക്കെ, അപ്പോൾ TS ഡയഗ്രാം വരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇതിനകത്തൊരു ടേം ഞാൻ നേരത്തെ ഒരു കോൺസ്റ്റൻറ്റ് ടേം തരുത്തന്നെന്ന് പറഞ്ഞു. ഏതാണ്, എഫക്റ്റീവ്നെസ് ഓഫ് എ ടർബൈൻ ഹീറ്റ് എക്സ്ചേഞ്ചർ. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ റേഷ്യോ ഓഫ് ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ. ഈ മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫറിൽ നിന്ന്, അതായത് ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫറും മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫറും തമ്മിലുണ്ടാകുന്ന റേഷ്യോനെ പറയുന്ന പേരാണെന്ത്, നമ്മളുടെ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആക്ച്വലി വർക്ക് നടക്കുന്നത് എവിടാണ് ഹീറ്റ് ട്രാൻസ്ഫറേഷൻ നടക്കുന്നത്, ഇത് തമ്മിലുള്ള റേഷ്യോനെ പറയുന്ന പേരാണ് എന്ത്, എഫക്റ്റീവ്നെസ്. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. നമുക്കറിയാം ഈ പ്രോസസ്സ് എല്ലാം നടക്കുന്നത് ഐസെൻട്രോപ്പിക്കലി ബേസ്ഡ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഐസെൻട്രോപ്പിക്കലി ബേസ്ഡ് ആയിട്ടാണ് നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഐസെൻട്രോപ്പിക്കലി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം T2/T1 = P2/P1 ഗാമ - 1 ഗാമ. ഗാമയുടെ വാല്യൂ തന്നിട്ടില്ല, therefore ഗാമ = 1.4 ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, T2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ T2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. നമുക്കറിയാം T1ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, പിന്നെ T2 കണ്ടുപിടിച്ചു, T6 ആണ് തന്നേക്കുന്നത്. ഓക്കെ, നമ്മളുടെ ട്രയാങ്കിൾ, അതായത് TS ഡയഗ്രാം എന്ന് വരയ്ക്കുക. ഞാൻ പറഞ്ഞു 4 പ്രഷറുണ്ട്, ആംബിയൻറ്റ് പ്രഷർ, അതുപോലെ തന്നെ നമ്മളുടെ ആക്ച്വൽ റാമ്പിംഗ് പ്രഷർ, അതുപോലെ തന്നെ റാമ്പിംഗ് പ്രഷർ, അതുപോലെ തന്നെ ക്യാബിൻ പ്രഷർ, പിന്നെ നമുക്കുള്ളതെന്ന് പറയുന്നത് നമ്മളുടെ റാമിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രഷർ. ഓക്കെ,
ക്യാബിൻ പ്രഷറുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ കംപ്രസർ അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളുടെ 0.9, അതായത് നമ്മളുടെ ആംബിയൻ്റ് കണ്ടീഷൻ, അതായത് ആംബിയൻ പ്രഷറാണ് തന്നിരിക്കുന്നത്. ആംബിയൻ പ്രഷറിൻ്റെ ലൈന്. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ റാം ചെയ്യുമ്പോൾ, ആംബിയൻ്റ് റാം ചെയ്ത് കഴിയുമ്പോൾ റാമിങ്ങിൻ്റെ മൂലം ഉണ്ടാകുന്ന പ്രഷർ, അതായത് റാംഡ് പ്രഷർ 1.05 എന്ന് പറയുന്നത് നമുക്ക് ക്യാബിൻ പ്രഷർ. പിന്നെ 3.5 എന്ന് പറയുന്നത് കംപ്രസർ പ്രഷർ. അപ്പോൾ ഈ 4 ലൈനിനെ ബേസ് ചെയ്താണ് നമ്മുടെ ഡ്രോയിങ് പോകുന്നത്. അപ്പോൾ 1 to 2 നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്യാസിനെ ആംബിയൻ്റ് എയറിൽ നിന്ന് കംപ്രസ് ചെയ്തെടുക്കുന്നു. 1 to 2 കംപ്രസ് ചെയ്തെടുക്കുന്നു. ചില സമയത്ത് ഇതെന്ത് ചെയ്യത്തില്ല, ഇതിനെ കംപ്രസ് ചെയ്തെടുക്കുന്നു. ഓക്കെ. അതിനുശേഷം 2 to 3 എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ കംപ്രസറാണ്. നമ്മുടെ വർക്ക് നടക്കുന്നത് മെയിൻ കംപ്രസർ ഇതാണ്. പക്ഷേ ഇതിനകത്ത് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ മൂലം ഇതെന്താണ് 2 to 3' പോകുന്നു. ഓക്കെ. 3' നിന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, കംപ്രസറിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് കൊടുക്കുകയാണ്, ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് 3 to 4 നമ്മൾ കൊടുത്തു. ഓക്കെ. അപ്പം ഈ 3 to 4 കൊടുത്തു കഴിഞ്ഞാൽ കംപ്രസ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ എങ്ങോട്ടാണ് കൊടുക്കുന്നത്, ഇതിനെ ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്കാണ് കൊടുക്കുന്നത്. അതായത് 4 to 4' ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് കൊടുക്കും. ഹീറ്റ് എക്സ്ചേഞ്ചറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, എക്സ്പാൻഷൻ വാൽവിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, ഐസെൻട്രോപിക് പ്രോസസ്സ് ആയിട്ടുണ്ടെങ്കിൽ 4' to 5 ആയിരുന്നു ആവേണ്ടത്. പക്ഷേ അതിനകത്ത് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ മൂലം അതെന്ത് സംഭവിക്കുന്നു, 4.4' നിന്ന് 5' മാറും. അതിനുശേഷം നമ്മൾ ഇതിനെ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ക്യാബിനിലേക്ക് കൊടുക്കുകയാണ്. ക്യാബിനിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ T6, അപ്പം ക്യാബിനകത്തുള്ള ഏരിയയാണ് നമ്മൾ തണുപ്പിക്കുന്നത്. ഇവിടാണ് നമ്മൾ എന്ത് നടക്കുന്നത്, നമ്മളുടെ റെഫ്രിജറേഷൻ പ്രോസസ്സ് നടക്കുന്നു. ഓക്കെ. ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടൊന്ന് പടം വരയ്ക്കുമ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഡ്രോയിങ് ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് T2 കിട്ടി. ഇനി നമുക്കറിയാം 2 to 3 എന്ന് വെച്ചാൽ കംപ്രഷൻ പ്രോസസ്സാണ്, ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ ബേസിക് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് T2 നമ്മൾ കിട്ടി, T1 കിട്ടി. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുന്നു, T3 കണ്ടുപിടിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു കംപ്രസറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് കിട്ടുന്ന, അതായത് ഐസെൻട്രോപിക് പ്രോസസ്സ് വഴി കിട്ടുന്ന ടെമ്പറേച്ചർ, അതായത് ടെമ്പറേച്ചർ ഇൻക്രീസും ആക്ച്വൽ ഇൻക്രീസും തമ്മിലുള്ള റേഷ്യോനെ പറയുന്ന പേരാണ് എന്ത്, ഐസെൻട്രോപിക് കംപ്രഷൻ. അതായത് T3 - T2 / 3T' - T2. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് കംപ്രസറിൻ്റെ എഫിഷ്യൻസി തന്നിട്ടുണ്ട്. അതിന് എന്ത് കിട്ടി, T3' കിട്ടി. ഓക്കെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എഫക്റ്റീവ്നെസ് ഓഫ് എ ഹീറ്റ് എക്സ്ചേഞ്ചർ. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റേഷ്യോ ഓഫ് ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ ഡിവൈഡ് ബൈ മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ. നമ്മളുടെ മാക്സിമം ഹീറ്റ് പോസിബിൾ ട്രാൻസ്ഫർ ആയിട്ടുള്ളതും ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫറും. അതായത് മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്ന എവിടെയാണ്, നമ്മുടെ വർക്ക് നടക്കുന്നതാണ്. അതായത് നമ്മളുടെ ഫ്രിക്ഷൻ മൂലം ഉണ്ടാകുന്ന വർക്ക് ഡൺ, അതായത് ആക്ച്വലി ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ മാക്സിമം ഉണ്ടാകുന്നത്, അതാണ് 3' to 2'. ഓക്കെ. അതിനുശേഷം നമുക്ക് എവിടെയാണ് ഹീറ്റ് കൊടുക്കുന്നത്, T3 നിന്നും T4 ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് T3' - T4. അപ്പം എഫക്റ്റീവ്നെസ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ ഹീറ്റ് ഡിവൈഡഡ് ബൈ റേഷ്യോ ഓഫ് ആക്ച്വൽ ഹീറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ. മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് നമ്മുടെ വർക്കിലേക്കാണ്. ആക്ച്വലി ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് T3 - T4 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, T4 എന്ന വാല്യൂ കിട്ടും. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞു T' T2 സെയിം ആണ്. നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്തപ്പോൾ പഠിച്ചിട്ടുണ്ട്. പ്രോബ്ലം അല്ല, ഡെഫിനിഷൻ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു T2' T3 സെയിം ആയിരിക്കും. ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ചേഞ്ച് വരത്തില്ല. ഓക്കെ. അതിനുശേഷം നമ്മൾ എന്തിലേക്ക് പോവാണ്, സിൻസ് ദ ടെമ്പറേച്ചർ ഓഫ് എയർ ഇൻ ദ ഇവാപ്പറേറ്റർ റെഡ്യൂസ്ഡ് ബൈ 5 ഡിഗ്രി സെൽഷ്യസ്. അതായത് ഇവാപ്പറേറ്ററിലേക്ക് ടെമ്പറേച്ചർ എത്തുമ്പോൾ അത് 5 ഡിഗ്രി സെൽഷ്യസ് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവാപ്പറേറ്ററിലേക്ക് എത്തുന്ന ടെമ്പറേച്ചർ എത്രയാണ്, T4 നിന്ന് T4' ആണ് ഇവാപ്പറേറ്ററിലേക്ക് എത്തുന്ന ടെമ്പറേച്ചർ. അപ്പോൾ ഇവാപ്പറേറ്ററിലേക്ക് എത്തുന്ന ടെമ്പറേച്ചർ T4 നിന്നും 5 ഡിഗ്രി സെൽഷ്യസ് കുറവായിരിക്കും. അപ്പം അതിനകത്തുനിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, T4' കണ്ടുപിടിക്കുക. T4' എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവാപ്പറേറ്ററിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ. ഓക്കെ. ഇനി നമുക്ക് ഐസെൻട്രോപിക് എക്സ്പാൻഷനാണ് നടക്കുന്നത്. അതായത് എന്താണ്, T5' നിന്ന് 5 ഐസെൻട്രോപിക് എഫിഷ്യൻസി ഇത് നടക്കുന്നത്. അപ്പം നമുക്ക് അതിനകത്തുനിന്ന് എന്ത് കണ്ടുപിടിക്കാം, T5 കണ്ടുപിടിക്കാം. നോർമലി അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു
ചെറിയ തോതിലുണ്ടാകുന്ന ഫ്രിക്ഷൻ ലോസസ് മൂലം, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഫ്രിക്ഷൻ മൂലം, അല്ലെങ്കിൽ അതിൻ്റെ ഇറവേഴ്സിബിൾ പ്രോസസ്സ് മൂലം അതിനകത്ത് എന്തുണ്ടാകാം, ചെറിയ തോതിൽ വേരിയേഷൻസ് ഉണ്ടാകും. അപ്പം ടർബൈനിൽ, അതായത് നമ്മളുടെ എക്സ്പാൻഷന് ശേഷം ഇത് എന്തിലേക്കാണ് പോകുന്നത്, ടർബൈനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ടർബൈനിലേക്ക് പോകുമ്പോൾ T4 മൈനസ് T5 ഡിവൈഡ് ബൈ T4 മൈനസ് T5. ഓക്കെ, നമുക്ക് എഫിഷ്യൻസി ഓഫ് ദ ടർബൈൻ തന്നിട്ടുണ്ടോ, അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുക, T5 നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ T5 കിട്ടി. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് മാസ് ഓഫ് എയർ ബ്ലീഡ് ഓഫ് ദ മെയിൻ കംപ്രസർ. അതായത് മെയിൻ കംപ്രസറിലേക്ക് ആവശ്യമായിട്ടുള്ള മാസ് നമ്മൾ എടുക്കുന്നത്, ബ്ലീഡ് ചെയ്തെടുക്കുന്നത്, അതായത് നമ്മുടെ റാമിൽ നിന്ന് ബ്ലീഡ് ചെയ്തെടുക്കുന്ന മാസ് എത്ര, MA ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. MA കണ്ടുപിടിക്കാൻ നമുക്ക് റെഫ്രിജറേഷൻ എഫക്റ്റ് വഴി കണ്ടുപിടിക്കാം. റെഫ്രിജറേഷൻ എഫക്റ്റ് നമ്മളുടെ റെഫ്രിജറേഷൻ എഫക്റ്റ് എവിടെ നടക്കുന്നത്, T5 നിന്നും T6 നടക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് MACP T6 മൈനസ് T5. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു റെഫ്രിജറേഷൻ എഫക്റ്റ് നമുക്ക് ടണ്ണിൽ എഴുതാം. അപ്പം ടണ്ണിൽ കിട്ടുവാണെങ്കിൽ റെഫ്രിജറേഷൻ എഫക്റ്റ് നമ്മൾ ടണ്ണിലേക്ക് മാറ്റുമ്പം 2 ടൺ ഇൻറ്റു എത്രയാണോ ടണ്ണ് തന്നിരിക്കുന്നത് അതാണ് നമ്മളുടെ റെഫ്രിജറേഷൻ എഫക്റ്റ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 2 ടൺ ഡിവൈഡ് ബൈ RAക്ക് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, RFന് പകരം. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, MA കാൽക്കുലേറ്റ് ചെയ്യാം. MA RFൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 2 ടൺ Q ഡിവൈഡഡ് ബൈ CP T6 മൈനസ് T5. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നമ്മളുടെ MA വാല്യൂ കണ്ടുപിടിക്കാം. ഇവിടെ നോക്കി CP വാല്യൂ നമുക്ക് 1 എന്നാണ് എഴുതിയിരിക്കുന്നത്. അതെന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയറിൻ്റെ CP വാല്യൂ 1 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താണ് പവർ കണ്ടുപിടിക്കുകയാണ്. പവർ ഞാൻ പറഞ്ഞിട്ടുണ്ട് kJ/മിനിറ്റിലായിരിക്കും നമുക്ക് തന്നിരിക്കുന്നത്. അതിനെ ഡിവൈഡ് ബൈ 60 കൊണ്ടാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കിലോവാട്ടിൽ കിട്ടും. MP, അതായത് നമ്മുടെ പവർ തന്നു വെച്ചാൽ എന്താണ്, വർക്കാണ്. വർക്ക് നടക്കുന്നത് എവിടെയാണ് നമുക്ക്, ഓക്കെ, ഡ്രോയിങ് നോക്കി വർക്ക് നടക്കുന്നത് 2 to 3 വർക്ക് നടക്കുന്നത്. അതായത് T2 അല്ലെങ്കിൽ T2 എന്ന് എടുത്താലും മതി. ഞാൻ നേരത്തെ പറഞ്ഞു T2 ആയാലും T2 ആയാലും എന്താണ്, ഈക്വലാണ്. അപ്പം അതിനകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, പവർ കണ്ടുപിടിക്കുന്നു. ശേഷം നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു, കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്. ഓക്കെ, COP റെഫ്രിജറേഷൻ എഫക്റ്റ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ. വർക്ക് ഡണ്ണിന് പവർ ടൈമിലേക്ക് മാറുമ്പോൾ P60 കിട്ടും. നമ്മുടെ റെഫ്രിജറേഷൻ എഫക്റ്റ് 2 ടൺ Q എന്ന് കിട്ടി. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് കണ്ടുപിടിച്ചു. ഇത്രയാണ് അതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് 4ാമത്തെ പ്രോബ്ലമാണ്. ബൂട്ട് സ്ട്രാപ്പിൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്. ബൂട്ട് സ്ട്രാപ്പ്, അപ്പം അതിൻ്റെ ഡ്രോയിങ് നിങ്ങൾക്ക് ഓർമ്മ വേണം. അപ്പം അതിനകത്ത് Q ടെമ്പറേച്ചർ അല്ലെങ്കിൽ എത്ര ടൺ ആണ് നമ്മളുടെ ബൂട്ട് സ്ട്രാപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള വർക്കിങ്ങിനകത്ത് നമ്മുടെ ഏരിയ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബൂട്ട് സ്ട്രാപ്പിനകത്ത് പറയുമ്പോൾ Q എന്ന് പറയുന്നത് 10 ആണ് അല്ലേ. Q എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, ബൂട്ട് സ്ട്രാപ്പിനകത്ത് നമ്മളുടെ Q വാല്യൂ തന്നിട്ടുണ്ട്, എത്രയാണ്, 10 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, Q തന്നിട്ടുണ്ട്. ഓക്കെ, ദ കപ്പാസിറ്റി ഈസ് യൂസ്ഡ് ടു എയറോപ്ലെയിൻ. ദ ആംബിയൻ്റ് എയർ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈസ്, അതായത് T1 തന്നിട്ടുണ്ട്, അത് ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിരിക്കുന്നത്, അത് കെൽവിനിലേക്ക് മാറ്റണം. P1 തന്നിട്ടുണ്ട്. ഓക്കെ, ബാർ റെസ്പെക്റ്റീവ്. ദ പ്രഷർ ഓഫ് ഇൻക്രീസിങ് ഫ്രം 8.1 ബാർ ടു 8.5 ബാർ ടു 1 ബാർ, അതായത് ആംബിയൻ്റ് പ്രഷറിൽ നിന്ന് റാമിങ് എഫക്റ്റ് വഴി അത് 1ലേക്ക് ഇൻക്രീസ് ചെയ്ത്, അതായത് P2 തന്നിട്ടുണ്ട്. ദ പ്രഷർ ഓഫ് എയർ ഡിസ്ചാർജ് ഫ്രം ദ മെയിൻ കംപ്രസർ ഈസ് 3, അതായത് നമ്മുടെ P3 വാല്യൂ തന്നിട്ടുണ്ട്. ഡിസ്ചാർജ് ദ പ്രഷർ എയർ ഫ്രം ദ ആക്സിലറി കംപ്രസർ ഈസ് 4 ബാർ, അതായത് നമ്മളുടെ പ്രഷർ, അതായത് കംപ്രസറിൽ നിന്നും പുറത്തേക്ക് പോകുന്ന പ്രഷർ, അതാണ് എന്തെന്ന് പറയുന്നത് 4
ബാർ എന്ന് തന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഫസ്റ്റ് കംപ്രസറിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പ്രഷർ. അതായത് നമുക്കിവിടെ 2 കംപ്രസറാണുള്ളത്. അതിനകത്ത് ഫസ്റ്റ് കംപ്രസറിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പ്രഷർ, അതായത് P5 പ്രഷറാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, discharge from the minimum. Okay. The isentropic efficiency of the compressor is 80%. രണ്ട് കംപ്രസറിൻ്റെയും ഐസെൻട്രോപിക് എഫിഷ്യൻസി 80% ആണ്. ആൻഡ് വൈൽ ദ ടർബൈൻ എഫിഷ്യൻസി ഈസ് 85%. 50% of enthalpy of air is discharged from the main compressor is removed in the first heat exchanger, and 30% of enthalpy of enthalpy of air distribution from the auxiliary compressor is removed from the heat exchanger using rammed air. Assuming the ramming action is isentropic, the required cabin pressure is 0.9. അതായത് നമ്മളുടെ ക്യാബിൻ പ്രഷർ തന്നിട്ടുണ്ട്. ക്യാബിൻ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാബിനിൽ ആവശ്യമായിട്ട് വരുന്ന പ്രഷർ, അതായത് P8 പ്രഷർ എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം the air leaving from the cam is not more than 20 degrees Celsius. അതായത് നമുക്ക് എയറിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്, അതായത് T8 ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരിക്കലും 20 ഡിഗ്രി സെൽഷ്യസ് കൂടാൻ പാടില്ല. അപ്പോൾ നമ്മൾ 20 ഡിഗ്രി സെൽഷ്യസ് നിന്ന് ഫൈൻഡ് ദ പവർ കണ്ടുപിടിക്കുക ആൻഡ് COP കണ്ടുപിടിക്കുക. The schematic and temperature enthalpy diagram is given, and gamma value is equal to 1.4, CP is equal to 1 kilojoule per kilogram. അപ്പോൾ ഇത്രയാണ് തന്നിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ പവർ കണ്ടുപിടിക്കും. ഓക്കെ, നമ്മളുടെ TS ഡയഗ്രം നമുക്ക് തന്നിട്ടുണ്ട്. 1 to 2 അത് എന്ത് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറിക് എയറിൽ നിന്ന് നമ്മുടെ റാമിംഗ് എഫക്റ്റ് വഴി സിസ്റ്റത്തിനകത്തേക്ക് കയറുന്നു. അതിനെ കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്തിട്ട് അതിനകത്ത് ഐസെൻട്രോപിക് വേരിയേഷൻസ് ഉണ്ടായതുകൊണ്ട് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ മൂലം 3' ആവും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, കംപ്രസർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് കൊടുക്കുക. ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൊടുക്കും. ഓക്കെ, അപ്പം ഇതിനെ ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് കൊടുക്കുമ്പോൾ അതെന്തായിട്ട് മാറുന്നു, ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്ത് T4ലേക്ക് വരും. അതിനുശേഷം ഇതിനെ എന്ത് ചെയ്യുകയാണ്, സെക്കൻഡറി കംപ്രസറിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ സെക്കൻഡറി കംപ്രസറിലേക്ക് കൊടുക്കുമ്പോൾ ഇത് ഐസെൻട്രോപിക് ആയിരുന്നെങ്കിൽ 4 to 5 ആണ് വേണ്ടത്. പക്ഷേ ഇതിനകത്ത് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ മൂലം അത് 5' മാറും. ഇതിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുകയാണ്, ഇതിനെ വീണ്ടും നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പാൻഷൻ പ്രോസസ്സിലേക്ക് കൊടുക്കുകയാണ്. 6 to 7'. 6 to 7 ആയിരുന്നു വേണ്ടിയിരുന്നത്, പക്ഷേ അതിനകത്ത് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ മൂലം അത് 7' പോകുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാബിനിലേക്ക് കൊടുക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എന്ത് നടക്കുന്നത്, റെഫ്രിജറേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഇവിടെയാണ് നമ്മളുടെ വർക്ക് നടക്കുന്നത്, വർക്ക് ഡൺ. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമ്മൾ പവർ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസും കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കറിയാം ഐസെൻട്രോപിക് പ്രോസസ്സാണ് 1 to 2 നടക്കുന്നത്. അതിനുണ്ട് T3 T2/T1 എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, T2 കണ്ടുപിടിക്കണം. അതായത് നമുക്ക് T1 തന്നിട്ടുണ്ട്, ആംബിയൻ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു, T2 കണ്ടുപിടിക്കും. അടുത്ത് 2 to 3 കംപ്രഷൻ നടക്കുന്നതെന്ന് പറയുന്നത് ഐസെൻട്രോപിക്കലിയാണ്. അതിനകത്ത് T3/T2 നിന്ന് നമുക്ക് T3 T2 ഇവിടുന്ന് കിട്ടി. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുക, T3 കണ്ടുപിടിക്കുക. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് കംപ്രസറിനകത്തുള്ള 2 കംപ്രസറുണ്ട്. കംപ്രസറിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് തന്നിട്ടുണ്ട്, 0.8 ആണ്. അതിൻ്റെ T3 - T2 T3' - T2 ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാണ് T3' വന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കും, T3 കിട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പം ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ 50% ഓഫ് എൻതാൽപ്പിയാണ് റിമൂവ് ചെയ്യുന്നത്. അതായത് 50% ഓഫ് എനർജിയാണ് അതിനകത്തുനിന്ന് റിമൂവ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ T4 എന്ന് പറയുന്നത് T3' 50% കുറച്ചായിരിക്കും T4 എന്ന് പറയുന്നത്. അതായത് T3യുടെ 50%, അതായത് 0.5 ടൈംസ് കുറച്ച ടെമ്പറേച്ചർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, T4 ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത 4 to 5 നമുക്കറിയാം ഐസെൻട്രോപിക് പ്രോസസ്സാണ്. അതിനകത്ത് നിന്ന് കണ്ടുപിടിക്കുക, T4 തന്നിട്ടുണ്ട്, T5 കണ്ടുപിടിക്കുക. ഓക്കെ, നേരത്തെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ എവിടെ പോവുകയാണ്, T5 നിന്ന് T6ലേക്ക് പോകുമ്പോൾ അത് അടുത്ത കംപ്രസറിലേക്കാണ് പോകുന്നത്. ഓക്കെ, അടുത്ത കംപ്രസറിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു, T5' കിട്ടും. ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻതാൽപ്പിയുടെ 30% ഞാൻ റെഡ്യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ കംപ്രസറിൽ നിന്ന് എക്സ്പാൻഷൻ വാലിലേക്ക് പോകുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ T6 എന്ന് പറയുന്നത്
ആദ്യത്തേതിൻ്റെ 70% അല്ലെങ്കിൽ 30% എന്തായി പോകുന്നു, റിമൂവ് ആയി പോകുമെന്ന് പറയുന്നു. അപ്പോൾ 30% റിമൂവ് ആയി പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്, 70% ക്യാരി ചെയ്യുന്നത്. അപ്പോൾ 0.7 × 126.16. ഓക്കെ, അതിനകത്തുനിന്ന് നമുക്ക് എന്ത് കിട്ടി, T6 കിട്ടി. ഇനി 6 to 7 ഐസെൻട്രോപിക് പ്രോസസ്സ് ബേസ് ചെയ്തിട്ടുള്ള എക്സ്പാൻഷൻ ആയതുകൊണ്ട് T7/T6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ T6 ഓൾറെഡി തന്നിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്, T7 കിട്ടി. ഇനി ടർബൈൻ്റെ എഫിഷ്യൻസിയാണ് നമുക്ക് പറയുന്നത്. ടർബൈൻ്റെ എഫിഷ്യൻസി 85% എന്ന് പറയുന്നു. അതായത് ആക്ച്വൽ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ഐസെൻട്രോപിക് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണ് നമ്മളുടെ ടർബൈൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുണ്ട്. T6 അറിയാം, T7- അറിയത്തില്ല, T6 അറിയാം, T7 അറിയാം. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു, T7- കണ്ടുപിടിക്കും. ഈ T7- എന്തിനാണ് കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് നടക്കുന്നത് T8 to 277- നമ്മുടെ വർക്ക് നടക്കുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് മാസിൻ്റെ ഇക്വേഷൻ 210Q/Cp T8 - T7- അതിൽ നിന്ന് നമുക്ക് കണ്ടിട്ടി. അതിൽ നിന്ന് പവർ കണ്ടുപിടിക്കുക, വർക്ക് ഡൺ / 60 ആണ് നമ്മളുടെ പവർ കിട്ടി കിലോ വാട്ടിൽ. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് 210 നമ്മുടെ പവർ × 60 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പവർ × 60 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് എന്ത് കിട്ടി, നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്. ഓക്കെ, ഇത്രയാണ് ബൂട്ട് സ്ട്രാപ്പിൻ്റെ പ്രോബ്ലം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് റീജനറേറ്റീവ് എയർ കൂളിംഗ് സിസ്റ്റം. അതായത് റീജനറേറ്റീവ് എയർ കൂളിംഗ് സിസ്റ്റം നിങ്ങൾക്കറിയാം, നമ്മളുടെ 2 ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ റാമിംഗ് എഫക്റ്റ് മൂലം തണുപ്പിക്കുകയും മറ്റേ ഹീറ്റ് എക്സ്ചേഞ്ചർ തണുപ്പിക്കാൻ നമ്മുടെ ഔട്ട്പുട്ട് പോകുന്ന എയറിൽ നിന്ന് കുറച്ച് എയറിനെ ബ്ലീഡ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ 2 എയർ വരുന്നുണ്ട്, റാമിംഗ് എഫക്റ്റ് വഴി ഒരു എയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റീസർക്കുലേറ്റ് ചെയ്യുന്ന എയറിനെ കുറച്ച് ചെയ്തിരിക്കുന്നത് M1, M2 എയറുകളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഗിവൺ ഡേറ്റാസ് ഒന്ന് നോക്കാം. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഫസ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് Q തന്നിട്ടുണ്ട് അല്ലേ. Q എന്ന് പറയുന്നത് 2010 എന്ന് തന്നിട്ടുണ്ട്, നമ്മുടെ Q വാല്യൂ തന്നിട്ടുണ്ട്. Q = 2010. നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ കൺസെപ്റ്റ് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ എടുത്തുതരാൻ പറ്റും. ഇത് ആംബിയൻറ്റ് പ്രഷർ P1 തന്നിട്ടുണ്ട്, T1 തന്നിട്ടുണ്ട്. റാമിഡ് ഐസെൻട്രോപിക് P1 T1. ഓക്കെ, റാമിഡ് ഐസെൻട്രോപിക്കലി ദ പ്രഷർ ഈസ് റൈസ് ടു 1.2 bar, അതായത് P2 തന്നിട്ടുണ്ട്. ദ എയർ ഈസ് ബ്ലീഡ് ഓഫ് മെയിൻ കംപ്രസർ അറ്റ് 4.5 bar. മെയിൻ കംപ്രസറിലേക്ക് പോകുന്ന പ്രഷർ എന്ന് പറയുന്നത് 4.5 bar ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് P3 തന്നിട്ടുണ്ട്. ഓക്കെ, P3 അല്ലെങ്കിൽ P3- is cooled by a ramming air in the heat exchanger whose effectiveness is 60%. Effectiveness എന്ന് പറയുന്ന സാധനം ഇവിടെ വീണ്ടും തന്നിട്ടുണ്ട്. The air from the heat exchanger is further cooled into 60 degrees Celsius in the generator heat exchanger. ഓക്കെ, അതിൻ്റെ ടെമ്പറേച്ചർ 60 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യുന്നു, ഫർദർ ഇൻക്രീസ് ചെയ്യുന്നു. ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നിന്ന് വരുന്ന എയറിനെ 60 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ കടന്നു പോകുമ്പോൾ അത് കൂൾ ചെയ്യുന്നു പറയുന്നു. The cabin is to be maintained the temperature of 25 degrees Celsius. Cabin temperature T6 temperature 25 degrees Celsius എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ കെൽവിനിലേക്ക് മാറ്റുക. പ്രഷർ അതായത് നമ്മളുടെ P7 പ്രഷർ നമുക്ക് 1.1 bar എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം the isentropic efficiency of the compressor, the turbine is 90% and അതായത് കംപ്രസറിൻ്റെ isentropic effectiveness of a compressor and turbine is 90% and 80%. അതിൻ്റെ എഫിഷ്യൻസീസ് കംപ്രസറിൻ്റെ എഫിഷ്യൻസി 90%ഉം ടർബൈൻ്റെ എഫിഷ്യൻസി 80% തന്നിട്ടുണ്ട്. അതിനകത്ത് നിന്ന് നമുക്ക് മാസ് കണ്ടുപിടിക്കുക. മാസ് ഓഫ് എയർ ഫ്രം ദ കൂളിംഗ് ടർബൈൻ ഈസ് ടു ബി യൂസ്ഡ് ഫോർ ദ റീജനറേറ്റീവ് കൂളിംഗ്. അതായത് M2 കണ്ടുപിടിക്കുക, പവർ കണ്ടുപിടിക്കുക, ദെൻ COP കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ TS ഡയഗ്രം തരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുന്നുണ്ട്. അസ്യൂമിങ് ദ ടെമ്പറേച്ചർ ഓഫ് എയർ ലീവിംഗ് ദ അറ്റ്മോസ്ഫിയർ ഫ്രം ദ റീജനറേറ്റീവ് ഹീറ്റിംഗ് എക്സ്ചേഞ്ചർ ഈസ്
എത്ര തന്നിട്ടുണ്ട്? 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അതായത് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്, അതായത് T7 ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ബാക്കി ഡീറ്റെയിൽസ് കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് ഇനി ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പം P1 Q, P1 T1, അതുപോലെ തന്നെ P2 തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? P3 4.5 ബാർ P3 തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് എഫിഷ്യൻസി ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ എഫക്റ്റീവ്നെസ് 60% തന്നിട്ടുണ്ട്. പിന്നെ ടെമ്പറേച്ചർ T5 ടെമ്പറേച്ചർ നമുക്ക് 60 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. T5 ടെമ്പറേച്ചർ 65 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ T7 ടെമ്പറേച്ചർ നമുക്ക് 25 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. ദെൻ നമ്മളുടെ T8 ടെമ്പറേച്ചർ T6 ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ്, T7 എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാനാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഐസെൻട്രോപിക് പ്രോസസ്സ്, റാമിംഗ് എഫക്റ്റ് ഐസെൻട്രോപിക് പ്രോസസ്സിനെ ബേസ് ചെയ്ത് നടക്കുന്നത്. T2 കണ്ടുപിടിക്കാൻ T1 തന്നിട്ടുണ്ട്, റാമിംഗ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, P2 P1 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? T2 കണ്ടുപിടിച്ചു. സെക്കൻഡ് ഐസെൻട്രോപിക് കംപ്രഷനിൽ നിന്ന് T3 T2ൽ നിന്ന് T3 കണ്ടുപിടിച്ചു. നമുക്കറിയാം കംപ്രസറിൻ്റെ എഫിഷ്യൻസി തന്നിട്ടുണ്ട് 0.9%, 90%. അതിനകത്തുനിന്ന് T3 കണ്ടുപിടിക്കുക. T3 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം എഫക്റ്റീവ്നെസ് ഓഫ് ദ ഹീറ്റ് എക്സ്ചേഞ്ചർ, നേരത്തെ ഞാൻ പറഞ്ഞു എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന്, അതിൽ നിന്നും T4 കണ്ടുപിടിക്കും. ഓക്കെ, T4 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കൂളിംഗ് എഫക്റ്റ്, കാർബൈൻഡേറ്റ് കൂളിംഗ് എഫക്റ്റ് മൂലം ഐസെൻട്രോപിക് കൂളിംഗ് എഫക്റ്റ് മൂലം T5/T6 ആണ്, ഐസെൻട്രോപിക് പ്രോസസ്സാണ്. അതിൽ നിന്ന് T6ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. T5 തന്നിട്ടുണ്ട് നമുക്ക്. ദെൻ നമുക്ക് ടർബൈൻ്റെ എഫിഷ്യൻസി തന്നിട്ടുണ്ട്. ടർബൈൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കുക ഇക്വേഷൻ ആക്ച്വൽ ഇൻക്രീസിങ് ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ ഐസെൻട്രോപിക് ടെമ്പറേച്ചർ, അതിൽ നിന്ന് T6' കിട്ടും. ഈ ഡേറ്റാസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം മാസ് MA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M1 + M2 ആണ്, M1 - M2 ആണ്. ഓക്കെ, MA = M1 - M2. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാം? MA കണ്ടുപിടിക്കുക. റെഫ്രിജറേഷൻ എഫക്റ്റ് വഴി MA കണ്ടുപിടിക്കുക. റെഫ്രിജറേഷൻ എഫക്റ്റ് വഴി MA കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ഇവിടെയാണ് റെഫ്രിജറേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. RF = എന്താണ് വരുന്നത്? MA CP T7 - T6'. ഓക്കെ, അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? MA കണ്ടുപിടിക്കുക. റെഫ്രിജറേഷൻ എഫക്റ്റ് നമുക്ക് ടണ്ണിൽ തന്നതുകൊണ്ട് റെഫ്രിജറേഷൻ എഫക്റ്റിന് നമുക്ക് എന്താ എഴുതാം? 2 ടൺ × Q എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ CP T7 - T6'. T6ൻ്റെ എല്ലാ വാല്യൂസ് നമ്മൾ കിട്ടി. അതിനകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? MA കണ്ടുപിടിക്കും. ഓക്കെ, നമുക്കറിയാം MA എന്ന് പറഞ്ഞാൽ M1 - M2 ആണ്. അപ്പോൾ MAക്ക് വരെ നമ്മൾ എന്ത് കൊടുത്തു? M1 - M2 എന്ന് കൊടുത്തു. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? M2 M1 വെച്ചുകൊണ്ടൊരു റിലേഷനിലേക്ക് എത്തിപ്പെടും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് കിട്ടി? നമുക്ക് M1ൻ്റെയും MAയുടെ വാല്യൂ കിട്ടി. M1 M2 ചേർന്നൊരു റിലേഷൻ കിട്ടി. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? M1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ദെൻ M2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു M2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീജനറേറ്റീവ് ഇക്വേഷൻ അത് നോക്കിയാൽ അത് M2ൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. M2 = M1 × M1 M2 വെച്ച് റിലേഷൻ വരുന്നുണ്ട്. M2 = M1 T4 - T5 ഡിവൈഡ് ബൈ T7 - T8 - T6' എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് എത്തുന്നു. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? നമ്മളുടെ M2 വാല്യൂ കിട്ടുന്നു. ഓക്കെ, ഈ M2 വാല്യൂവിൽ നിന്നും നമ്മൾ എന്ത് കിട്ടുന്നു? നമ്മൾ രണ്ട് ഇക്വേഷൻസിനെ ഇക്വേറ്റ് ചെയ്തുകൊണ്ട് M1 M2 എന്ന വാല്യൂസ് കണ്ടെത്തുന്നു. ദെൻ നമുക്ക് പവർ വേണ്ട, ക്യാബിലേക്ക് പവർ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് ഡൺ ആണ്. വർക്ക് ഡണ്ണിന് ആവശ്യമായിട്ടുള്ള മാസ് എന്ന് പറയുന്നത് എന്താണ്? M1 മാസാണ്, ഇനീഷ്യൽ മാസാണ് M1 CP T3 - T2 ഡിവൈഡ് ബൈ 60 വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? പവർ കണ്ടുപിടിക്കുന്നു. ദെൻ കോഎഫിഷ്യൻ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ്?
വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ റെഫ്രിജറേഷൻ ഇഫക്റ്റ് ആണ്. ഓക്കെ, റെഫ്രിജറേഷൻ ഇഫക്റ്റ് നമുക്ക് 210/Q ഡിവൈഡ് ബൈ വർക്ക് ഡൺ M1 CP T3- - T1 അല്ലെങ്കിൽ P60 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ വർക്ക് ഡണ്ണിന് തുല്യമായിട്ടുള്ള പവറുള്ള വാല്യൂ കിട്ടും. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് കിട്ടുന്നു? COP കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇത്രയാണ് നമുക്ക് ഈ മോഡ്യൂളിൽ, അതായത് ഫസ്റ്റ് മോഡ്യൂളിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിരിക്കുന്ന ഈ മോഡ്യൂളിൽ പഠിക്കാനുള്ള പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ് തൊട്ടേ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു വരുന്നുണ്ടായിരുന്നു. അതും ഇതിവിടെ ആഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കും. ഓക്കെ, ഇത് എല്ലാവർക്കും മനസ്സിലാവും വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. Okay, thank you.